എന്താ നടക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ ഭാർഗവി എന്ന് പറഞ്ഞ സ്ത്രീ ആരാ? നിന്റെ ഭാര്യയാണോ? അടിച്ച് നിന്റെ പല്ല് ഞാൻ താഴെയിടും. ഭാർഗവിയെ കുറിച്ച് അറിഞ്ഞല്ലോ, അത്രയൊക്കെ അറിഞ്ഞാൽ മതി. അല്ല, അവരുടെ പിന്നുകാരമുണ്ട്. അപ്പോ കാര്യങ്ങളൊക്കെ തിരിഞ്ഞു വരുന്നുണ്ടോ നിനക്ക്? ആരാ നിങ്ങൾ ഈ കൊട്ടേഷൻ ഏൽപ്പിച്ചത്? അത് ഒരു തമ്പുരാട്ടിയാ. ഒരു വലിയ വീട്ടിലെ വലിയ തമ്പുരാട്ടി. തമ്പുരാട്ടിയോ? ആ, നിനക്കറിയാം. ഇല്ല, എനിക്കറിയില്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആ, അതൊക്കെ നിനക്ക് മനസ്സിലാക്കി തരും. എന്നെ അഴിച്ചുവിട. എന്നെ അവർക്ക് എന്താ വേണ്ടത്? നിന്റെ ജീവൻ. എന്താടാ, നിന്റെ ജീവൻ എനിക്ക് തരുമോ നീ? എസ്തപ്പാനെ, അവന്റെ കെട്ടം കഴിച്ചുവിട്. ശരി മാഡം. ദാ അടിക്ക്. നീയായിരുന്നല്ലേ ഇതിന്റെയൊക്കെ പുറകില്? നീയെന്നോ? മാഡം എന്ന് വിളിക്കടാ. നിന്നെ ഞാൻ നിന്റെ വീട്ടിൽ കയറി വന്നപ്പോ പല വട്ടം അവളിവളെന്നൊക്കെ വിളിച്ചില്ലേ നീ? നിന്റെ ചേച്ചിയുണ്ടല്ലോ ചന്ദ്രമതി, അവളെന്റെ മുഖത്ത് നോക്കി പ്രഭയെന്ന് തികച്ചു വിളിച്ചിട്ടില്ല. അപ്പോഴാ നീ കുറെ നേരമായിട്ട് ഞാൻ റെസ്റ്റ് എടുക്കുകയായിരുന്നു. എനിക്കൊരു ചാൻസ് തരണം. എസ്തപ്പാനെ, മതി, കൊല്ലണ്ട. നീ ആരുടെ ബെല്ലാരി രാജയോ? ഇവിടെ വന്ന് ഗുണ്ടായുസം കളിക്കാൻ? ഇതാരാന്ന് അറിയോ നിനക്ക്? ചന്ദ്രോത്ത് പ്രഭാവതിയാ, എന്റെ പ്രഭക്കുഞ്ഞ്. ഇന്നലെ വരെ നിന്നെയൊക്കെ പേടിച്ച് നിന്റെ ദുഷ്ടതകളൊക്കെ സഹിച്ച് നിരാശപ്പെട്ട് കഴിഞ്ഞ പ്രഭാവതി എന്റെ പ്രഭക്കുഞ്ഞ് തല താഴ്ത്തിയപ്പോ നീ കരുതി കുഞ്ഞങ്ങ് പേടിച്ചു പോയതല്ലേ? ഇനി പേടിക്കാൻ പോകുന്ന നീയാടാ. എന്നോട് കാണിച്ചതിനൊക്കെ എണ്ണി എണ്ണി പകരം ചോദിക്കും. എന്റെ ഭർത്താവിനോട് കാണിച്ചതിന്, എന്റെ മകനോട്, മരുമകളോട്, മരുമകനോട്. നീ ചെയ്ത ദുഷ്ടതകൾക്കൊക്കെ ഇവിടെ ഇട്ട് ഞങ്ങൾ പകരം വീട്ടും. ഇനി നീ പുറം ലോകം കാണില്ല. നിന്റെ അവസാനം ഇവിടെ വച്ചാ. കൊട്ടേഷൻ കൊടുത്ത് നിന്നെ തൂക്കിയെടുത്ത് ഇവിടെ കൊണ്ടുവന്നതല്ല. ഈ നിൽക്കുന്ന എസ്തപ്പാനെ നിനക്കറിയായിരിക്കും, പുലിപ്പാറ എസ്തപ്പാൻ. ഇതിനു മുൻപ് പലവട്ടം എസ്തപ്പാൻ എന്നോട് ഫോൺ ചെയ്ത് ചോദിച്ചതാ നിന്നെ പൊക്കട്ടെ എന്ന്. ഇനിയും നിന്നെ വിട്ടാ പറ്റില്ല എന്ന് എനിക്ക് തോന്നി. എസ്തപ്പാനെ കുറിച്ച് നിനക്ക് പൂർണ്ണമായിട്ട് അറിയാമോന്നറിയില്ല. മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുണ്ടല്ലോ നിനക്ക് കൂട്ടുകാരായിട്ട്, ചോദിച്ചു നോക്ക്, പറഞ്ഞു തരും. ഭാർഗവിയെ പോലെ എനിക്കും എന്റെ കുടുംബത്തിനും വേണ്ടി മരിക്കാൻ നിൽക്കുന്ന കുറച്ച് പേരുണ്ടടാ. ഇനി നീയും നിന്റെ തനുജയും എന്താ ചെയ്യുക എന്ന് എനിക്കൊന്ന് കാണണം. ഗിരീഷ് മാഷിന് എന്താ പറ്റിയേ? വണ്ടിയിൽ നിന്ന് വീണതാ?
മാഡത്തിന്റെ മരുമോനെ നീ ഗുണ്ടകളെ വെച്ച് തല്ലി. നന്ദ സാറിന് ജോലിക്ക് കയറാൻ നീ സമ്മതിക്കില്ലല്ലേ? ഇനിയിപ്പോ പ്രഭാവതി മാഡത്തിന് കനവ് തോന്നി നിന്നെ പുറത്തു വിട്ടാൽ നിനക്ക് നല്ല ജോലി കിട്ടും. റോഡരികിരുന്നേ അമ്മയെ വല്ലതും തരണേ എന്ന് വിളിച്ച് യാചിക്കുക. ഏതെങ്കിലും ഒരു കൈയും കാലും മാത്രമേ ബാക്കി ഉണ്ടാവൂ. എസ്തപ്പാനെ, ഇവനെ കൊണ്ടൊരു ആത്മഹത്യാ വീഡിയോ എടുക്കണം. ശരി മാഡം. അതായത് ഇവൻ ആത്മഹത്യ ചെയ്യുകയാണെന്ന് പറയുന്ന ഒരു വീഡിയോ. ശരി മാഡം. അയ്യോ അമ്മോ അയ്യോ എന്നെ കൊല്ല